ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മീഷോ ഹോളാണ്. അപ്പോൾ മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു 4 കുർത്തീസിൻ്റെ റിവ്യൂ ആണ് ഇന്ന്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ മീഷോയുടെ ഒരു സാരി റിവ്യൂവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാം. അപ്പോൾ ഞാൻ 4 കുർത്തീസ് മേടിച്ചിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാഷ്ഡ് റിവ്യൂ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുർത്തി നോക്കാം. സോ അപ്പോൾ ഇതാണ് ആദ്യത്തെ കുർത്തി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത്. നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുന്ന ഒരു സെൽഫ് പ്രിൻ്റാണ് വരുന്ന ഒരു ക്രീപ്പ് മെറ്റീരിയലുള്ള ഒരു കുർത്തിയാണിത്. ഇതിന് ലൈനിങ് ഒന്നുമില്ല. ഇപ്പം ക്രീപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തിയാണിത്. അപ്പോൾ ഈ കുർത്തിയുടെ പ്രൈസ് 166 രൂപയാണ്. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്കൊരു റിഡക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഹോം ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു 166 രൂപ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ഓൺലൈനിൽ പേ ചെയ്യാറുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു റിഡക്ഷൻ കിട്ടാറുണ്ട്. അപ്പം ഈ ഒരു കുർത്തിയുടെ മെറ്റീരിയൽ ക്രീപ്പാണ്. അതുപോലെ തന്നെ ഒരു എ ലൈൻ കുർത്തിയാണിത്. ഇതിൻ്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ്. ഇത് ഒരു ഡെയിലി വെയർ കുർത്തിയാണെന്ന് പറഞ്ഞല്ലോ. ഇതൊരു 3/4 സ്ലീവാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് ലാർജാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ കുർത്തീസും ലാർജാണ്. എൻ്റെ സൈസ് മീഡിയമാണ്. പക്ഷേ ഞാൻ ഒരു അപ്പും കൂടെ ഞാൻ എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചില സമയത്ത് വണ്ണം വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാറാണ് പതിവ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം വളരെ നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ്. പക്ഷെ ഒന്നുകൂടെ സൈഡിൽ കൂടെ ഞാൻ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ലാർജ് സൈസാണ്. പിന്നെ ഈ ഒരു കുർത്തിയുടെ ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു കെട്ട് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണത്. അപ്പോൾ ഇത് ക്രീപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊന്നും തന്നെ പോകത്തില്ല. നമുക്ക് പെട്ടെന്നൊന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചാടിത്തുള്ളി പോകാൻ എളുപ്പം എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തിയാണിത്. അപ്പോൾ എനിക്കിത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ക്രീപ്പ് മെറ്റീരിയലൊക്കെ ആകുമ്പം നമ്മൾ സമ്മറൊക്കെ ആവുന്ന സമയത്ത് ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു മെറ്റീരിയലാണ്, നല്ലൊരു കുർത്തിയാണിത്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് കുർത്തി നോക്കാം. അപ്പോൾ ഇനി സെക്കൻഡ് കുർത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു കുർത്തിയാണിത്. ഇതൊരു അടിപൊളി ഒരു 400 രൂപയുടെ ഒരു കുർത്തിയാണിത്. ഞാൻ വാങ്ങുന്ന സമയത്ത് 400-ന് മുകളിലായിരുന്നു ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഈ ഒരു കുർത്തി ഞാൻ കുറച്ച് നാളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു വൈറ്റ് കളറിൽ നല്ലൊരു എ ലൈൻ ആയിട്ടുള്ളൊരു കുർത്തിയാണിത്. നല്ലൊരു എംബ്രോയിഡറി വർക്കൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നല്ലൊരു റൗണ്ട് നെക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു 3/4 സ്ലീവും വരുന്നുണ്ട്. അത്യാവശ്യം ഇവിടെയും ഒരു സൈഡിൽ ചെറുതായിട്ട് തന്നെ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും തന്നെ പോയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള കുർത്ത തന്നെയാണിത്. ഏകദേശം ഒരു 4.1 റേറ്റിംഗ് ഒക്കെയുള്ള നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു കുർത്തയാണിത്. ഈ കുർത്തയിൽ എന്നെ കൂടുതലായിട്ട് ആകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലൈനിങ് ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ മീഷോയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് മിക്ക കുർത്തീസിനും അങ്ങനെ ലൈനിങ് ഒന്നും കാണാറില്ല. പക്ഷേ ഇതിനൊരു ലൈനിങ് ഉള്ളതായിട്ട് കണ്ടു. ഞാനിത് വാങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിത് വാങ്ങിക്കഴിഞ്ഞ സമയത്താണ് ശ്രദ്ധിച്ചത്. ഇതിന് ലൈനിങ് ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു നിഴലടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇതിനകത്ത് ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. സോ അതൊന്നും തന്നെ പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് മെഷീൻ വാഷോ എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാം. ഇതിൻ്റെ കളറും ഇതിപ്പോൾ വൈറ്റ് ആണ്. ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ട്. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു വൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എലഗൻറ്റ് ലുക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വൈറ്റ് കളർ കുർത്തി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വൈറ്റാണ് ചൂസ് ചെയ്തത്. പക്ഷേ ഞാൻ ചൂസ് ചെയ്തത് ഒരിക്കലും നഷ്ടമൊന്നും ആയിട്ടില്ല. അടിപൊളി നല്ലൊരു ക്വാളിറ്റിയുള്ള സൂപ്പറായിട്ടുള്ളൊരു കുർത്തി തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസാണ്. അപ്പോൾ ഇതും ഞാൻ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു കുർത്തിയായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു കുർത്തീസിൻ്റെ എല്ലാം തന്നെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ എന്നോട് സാരിയുടെയൊക്കെ കോഡൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും കോഡും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാവും. ഈ കുർത്തിയുടെ ഫാബ്രിക് വന്നിട്ട് ചന്തേരി കോട്ടൺ ആണ്.
അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള, അപ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ആവുന്നുണ്ട്, ചെറുതായിട്ട്. നമ്മളിതൊന്ന് വാഷ് ചെയ്തൊക്കെ കഴിയുന്ന സമയത്ത് ഒന്ന് തേക്കുന്നൊന്ന് അയൺ ചെയ്യുന്നത് നന്നായിരിക്കും. സോ അതാണ് എനിക്ക് വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് മീഷോയിൽ പലരും പറയാറുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും കിട്ടാറില്ല എന്നുള്ളത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആ ഒരു അങ്ങനെയൊക്കെ കേട്ടിട്ട് തന്നെ എടുത്തതാണ്. പക്ഷേ എനിക്ക് നല്ലൊരു കുർത്തിയാണ് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് തേർഡ് കുർത്തി നോക്കാം. അപ്പോൾ അടുത്ത കുർത്തി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മീഷോ ഹോൾ ചെയ്ത സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ക്രീം കുർത്തിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 201 രൂപയാണ്. അപ്പോൾ ഇത് നല്ലൊരു ക്രീപ്പ് മെറ്റീരിയൽ തന്നെയാണ്. അത്യാവശ്യം എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ക്രീപ്പായിട്ടുള്ള കുർത്തീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനോ ഒക്കെ ആയിട്ട് പറ്റുന്ന അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തീസാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് 3-4 എണ്ണമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതിലൊന്നാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് തന്നെ കണ്ടില്ലേ, വളരെ ചീപ്പായിട്ടുള്ളൊരു റേറ്റാണ് തന്നെ ഇതിന്. അപ്പം ഇതിൻ്റെ നെക്കൊക്കെ വരുന്നത് ഒരു റൗണ്ട് നെക്കാണ്. ഇത് ലാർജ് സൈസാണ്. പിന്നെ ഇതിന് കണ്ടോ ഒരു 3/4 സ്ലീവ് പോലെ വന്നിട്ടുണ്ട്. അപ്പം നല്ല ഒരു വൈറ്റ് സ്ട്രൈപ്പായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്കിനകത്ത് ഇങ്ങനെ ഒരു വൈറ്റ് ആയിട്ടുള്ള ഈ ഒരു വരകളൊക്കെ വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണത്. പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ഒരു നമുക്ക് ഒരു എല്ലാവർക്കും ചേരുന്ന ഒരു കളർ കോമ്പിനേഷനാണിത്. അപ്പോൾ ഈ ഒരു കുർത്തിയും ക്രീപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. എനിക്ക് ഈ മീഷോയിൽ നിന്ന് വാങ്ങുന്ന കുർത്തീസിനൊന്നും തന്നെ ഇതുവരെ സ്റ്റിച്ചിങ്ങിനൊന്നും തന്നെ ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് എല്ലാം. പിന്നെ ഞാൻ ഇത് ലാർജ് സൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ അത്ര വലിയ മോശമായിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നും തന്നെ കുർത്തീസിന് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതും നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു എ ലൈൻ കുർത്തിയാണ്. അപ്പോൾ ക്രീപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ മെഷീൻ വാഷോ അല്ലാതെയൊക്കെ നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ ഈ മഴ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും ഇതുപോലെയുള്ള ഒരു ക്രീപ്പ് മെറ്റീരിയലൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതും എനിക്ക് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള കുർത്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് കുർത്തി നോക്കാം. അപ്പോൾ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കുർത്തയാണ്, ഒരു ജാക്കറ്റ് ടൈപ്പ് കുർത്തയാണിത്. അപ്പോൾ ഇത് ഒരു സമയത്തൊക്കെ അത്യാവശ്യം നല്ലൊരു ട്രെൻഡിങ്ങിലായിട്ട് ഉണ്ടായിരുന്ന ഒരു കുർത്തയാണിത്. ഇപ്പോഴും ചിലരൊക്കെ മേടിക്കുന്നതിൻ്റെ ഒരു റിവ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. റെഡ് ആൻഡ് വൈറ്റ്, അതുപോലെ തന്നെ യെല്ലോ, പിന്നെ നേവി ബ്ലൂവിൻ്റെ കളറ്, പിന്നെ വേറെ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെ മജന്ത, അങ്ങനെയൊക്കെ പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ എടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്താണ് ഈ ഒരു ഗ്രീൻ കളറ്. അപ്പോൾ അതിൻ്റെ ഒരു ജാക്കറ്റായിട്ട് വരുന്നതാണ് ഇത്. അപ്പോൾ ഇത് എനിക്ക് വാങ്ങുന്ന സമയത്ത് ഞാൻ വലിയൊരു ഇത്രയും നല്ലൊരു കളറൊക്കെ ആവുമോ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഇതും സൈസ് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ. ഇതും സൈസ് വന്നിട്ട് ലാർജ് സൈസാണ്. അപ്പം ഈ ഒരു കുർത്തയ്ക്ക് ഉണ്ടല്ലോ ഇവിടെ ഇതുപോലൊരു കെട്ട് പോലെയൊക്കെ ഉണ്ട്. അത് മാത്രമേ ഒരു ജാക്കറ്റിനായിട്ട് ഇവരിങ്ങനെ കൊടുത്തിട്ടുള്ളൂ. കണ്ടോ, ഇതിൻ്റെ താഴേക്കൊന്നുമില്ല. ഇതിൻ്റെ മുകൾ വശത്ത് ഒരു കെട്ട് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റൗണ്ട് നെക്കാണ്. പിന്നെ ഒരു 3/4 സ്ലീവ് വരുന്നുണ്ട്. അതിൻ്റെ ഇന്നറിലായിട്ട് നമ്മളിത് ഇതുപോലെ ആയിട്ട് വരുന്ന ഒരു കുർത്തയാണ്. ഇതും പ്ലെയിൻ ആണ്. ക്രീപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വേറെ വലിയ ഒരു ലൈനിങ്ങോ ഒന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുർത്ത തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കളേഴ്സുള്ള ജാക്കറ്റോ ഒക്കെ വേണമെങ്കിൽ വിയർ ചെയ്യാം, അത് നല്ലതാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു പിക്ചറിൽ കണ്ട സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു എംബ്രോയ്ഡറി പോലെയൊക്കെ ആയിരിക്കുമെന്ന്. കാരണം എനിക്ക് അതുപോലെ തോന്നി. ഇതിൻ്റെ ആ ഒരു നമ്മളൊരു ത്രെഡ് പോലെയൊക്കെ എന്തെങ്കിലും ഒരു വർക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞ സമയത്താണ് ഇത് കറക്റ്റ് ആ ഒരു സെൽഫ് പ്രിൻ്റ് തന്നെയാണ്, ഒരു ക്രീപ്പ് മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. ഈ ഒരു വർക്കെല്ലാം തന്നെ അതുപോലെ തന്നെയുണ്ട്, സെൽഫ് പ്രിൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ഒരു 250 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള കുർത്തിയാണിത്. ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ കുർത്തീസും കാഫ് ലെങ്ത് വരെ വരുന്ന കുർത്തീസാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കറക്റ്റ് സൈസുള്ള കുർത്തീസ് എടുത്താൽ മതിയാവും. അത്യാവശ്യം നല്ല നീളമൊക്കെ ഉള്ള കുർത്തീസ് തന്നെയാണ് എല്ലാം. ഈ ഒരു കുർത്തി നല്ലൊരു ഒരു കളർ കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു പയർവച്ചയാണിത്. അത്യാവശ്യം ഒത്തിരി ഡള്ളായിട്ടുള്ളൊരു കളറൊന്നുമല്ല. നമ്മൾ പിക്ചറിൽ കാണുന്ന സമയത്ത് അത്യാവശ്യം ഒരു ഡള്ളായിട്ടുള്ളൊരു കളറായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അത്യാവശ്യം നമുക്ക് എല്ലാ കളറുള്ളവർക്കും ചേരുന്ന
നല്ലൊരു കളറ്, നല്ലൊരു പയറുവെച്ചയാണ്, നല്ലൊരു കുർത്തിയാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കുർത്തീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ കുർത്തീസിൻ്റെ എല്ലാം തന്നെ കോഡും പ്രൈസും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുർത്തീസൊക്കെ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒത്തിരി വീഡിയോസ് ഇതിന് മുന്നേ ഒരു മീഷോ സാരിയുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. ടാറ്റ ബൈ ബൈ, സീ യു.